പറഞ്ഞാലുണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരാണെങ്കിലും മമ്മൂക്ക ഇപ്പൊ ചെയ്യുന്ന മൂവീസ് ഒക്കെ ഇപ്പൊ ഒരു 5 years ഒക്കെ ആയിട്ടാണെങ്കിൽ കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ടുള്ള എല്ലാം കുറച്ചുകൂടെ ഏജ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. മമ്മൂക്കയ്ക്ക് വരുന്ന നായികമാരാണെങ്കിലും ഇത്തിരി കൂടെയൊക്കെ ഏജ് കൂടുതലുള്ള. അപ്പം എന്തായാലും നിങ്ങളൊക്കെ ആണെങ്കിൽ പോലും പിന്നെ സ്വപ്നം പോലും കരുതില്ല ഞങ്ങള് മമ്മൂക്കയുടെ നായികയാകും അല്ലെ. അപ്പൊ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന സംഭവം അല്ലേ മമ്മൂക്കയുടെ നായികയായിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു എന്നെ എപ്പോ എടുത്ത് കളയാം, അപ്പോഴത്തേക്കും കുറച്ച് വണ്ണം വെച്ചാലോ, കുറച്ച് നമ്മളിങ്ങനെ ഇങ്ങനെ പൊക്കം എനിക്ക് നല്ലപോലെ ഉണ്ടല്ലോ, അപ്പൊ കുറച്ചൊന്നും ഇങ്ങനെ നിക്കണോ വേണോ, എന്താണ് നമ്മളിങ്ങനെ ഒരു എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയിട്ടുണ്ടല്ലോ ആ തുമ്പിനനുസരിച്ച് നിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ വളരെ അലേർട്ടായിരുന്നു മൊത്തത്തിൽ. ഒരു കാരണവശാലും മാറാൻ പാടില്ല, പിടിച്ചു തൂങ്ങി നിൽക്കും ഞാൻ എന്നുള്ള രീതിയിൽ. മമ്മൂക്കയുടെ കൂടെ ആണെങ്കിലും ഈ നേരത്തെ പറഞ്ഞ പോലെ മൈൻഡിലുണ്ടല്ലോ എനിക്ക് ഹൈറ്റ് കൂടുതലുണ്ട് അങ്ങനെയൊക്കെ. പക്ഷെ കറക്റ്റ്ലി നിങ്ങൾ ആ സ്ക്രീൻ ഷെയർ ചെയ്ത സമയത്ത് ഈ ഒരു ചിന്തയൊക്കെ മാറിയോ? അതൊക്കെ പോയി. അങ്ങനെ ഞാൻ കുറെ ടാക്ടിക്സ് ഒക്കെ വിചാരിച്ചു ആണ് അവിടെ എത്തിയത്. അവിടെ എത്തുമ്പോഴത്തേക്കും എനിക്ക് ഓക്കെ നമ്മള് പോകുന്നില്ല, ഇവിടെ ഉള്ള ആള് തന്നെയാണ്, നമ്മൾ എടുക്കും എന്തായാലും എന്ന് തോന്നിയതിനു ശേഷം ഞാൻ ഫുള്ളി ഓക്കെ എന്താണ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് അങ്ങനെയായിരുന്നു. കാര്യം ഞാൻ ഫുള്ളി പ്രിപ്പയർഡ് ആയിരുന്നു. ലാസ്റ്റ് മിനിറ്റ് പോലും നിങ്ങൾക്ക് ഇല്ല കേട്ടോ എന്ന് പറഞ്ഞാലും ഞാൻ മൈൻഡ് എനിക്ക് സമാധാനം, ഞാൻ ഓക്കെ ആയിട്ട് തിരിച്ചു പൊക്കോളും കുഴപ്പമില്ല എന്ന് പറഞ്ഞ മനസ്സിൽ ഇങ്ങനെ ഞാൻ സമാധാനിപ്പിച്ചൊക്കെയാണ് ഞാൻ അവിടെ ഇരുന്നത്. പിന്നെ ഷൂട്ടൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആർക്കും പറഞ്ഞില്ലായിരുന്നു, അഥവാ വന്നാലോ വന്നില്ലെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു പേടിയുള്ള കൂട്ടത്തില് അങ്ങനെ അതെ, എല്ലാം വന്നു കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞാൽ മതി എന്നുള്ളൊരു. വീട്ടില് പറഞ്ഞിട്ടുണ്ടായോ? വീട്ടില് പറഞ്ഞിരുന്നു, പക്ഷെ അവര് വിശ്വസിച്ചില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. മമ്മൂക്കയുടെ നായിക എന്റെ വീട്ടിലും ചേച്ചി മമ്മൂക്കയുടെ നായിക കുറെ ഞാൻ മമ്മൂട്ടി കമ്പനിയിൽ നിന്ന്, അതായത് എന്റെ വീട്ടിൽ പോയപ്പോ നമ്മുടെ ഫോണിൽ ഒരു കോണ്ടാക്ട് സേവ് ആണ് മമ്മൂട്ടി കമ്പനി. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ കാണുമ്പോ മമ്മൂട്ടി കമ്പനി നമ്മൾ ഒരാളുടെ പേരിന്റെ കൂടെ മമ്മൂട്ടി കമ്പനി. അപ്പൊ ഒരു തവണ ഞാനിപ്പോ ലാസ്റ്റ് മുമ്പ് വീട്ടിൽ പോയപ്പോ ഇങ്ങനെ സേവ് ചെയ്തത് കണ്ടു. അപ്പം വീട്ടിൽ നിന്ന് ചോദിക്കാം ഇത് ആരുടെ പേരാ മമ്മൂട്ടി കമ്പനി. അതായത് ഇവര് ചിന്തിക്കുന്നത് ഞാനിത് ഷോപ്പ് കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചേക്കാം മമ്മൂട്ടി കമ്പനി പറഞ്ഞിട്ട്. അതായത് അച്ഛൻ പുച്ഛം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ കൈൻഡ് ഓഫ് പുച്ഛം. അതെ, ഞാൻ മൂവി ഇറങ്ങിയപ്പോ ഞാൻ കൊടുത്തിട്ടുണ്ട് ചില ഗ്രൂപ്പ്സിലൊക്കെ, നമ്മള് നല്ലവരായ ഉണ്ണികളൊക്കെ ചെന്നിട്ട് അതെ 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 കൊടുക്കും. ആർക്കാണ് കാണേണ്ടത് മമ്മൂക്കയുടെ നായികയായിട്ടുണ്ട് എന്നുള്ളത് വളരെ മാന്യമായ ഭാഷയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തിയേറ്ററിലൊക്കെ ഇരുന്നിട്ട് കോമ്പിനേഷൻ സീൻ വന്നപ്പോ അപ്പോഴേ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഈ സമയത്താ ഞാനുള്ളത് എന്നൊക്കെ. നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ എല്ലാരും പറയല്ലോ പിന്നെ ആക്ടിങ് ഇപ്പൊ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ നായികയായിട്ടല്ലേ കയറാൻ പോണേ എന്നുള്ള ഒരു സാധനം പലരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്ന് നമ്മളൊരു റിയാലിറ്റിയിലോട്ട് വരികയാണ് മമ്മൂട്ടിയുടെ നായികയായിട്ടെന്ന് പറയുമ്പോൾ അതൊരു പ്രൗഡ് മൊമെന്റ്. കാതറിൻ എന്തായിരുന്നു പറഞ്ഞത്? കാതറിന്റെ വീട്ടിലും വിശ്വസിച്ചില്ലായിരുന്നോ? എന്റെ വീട്ടിൽ വിശ്വസിക്കുന്നതല്ല, മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് പറയാനൊരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. മൂവി കഴിഞ്ഞ സമയത്ത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ മമ്മൂക്കായിട്ടൊരു കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ടെന്ന് പുറത്ത് പറയരുത് എന്ന് നമ്മൾ ഓൾറെഡി ഇൻഫോംഡ് ആയിരുന്നു. ആ ഒരു പ്രഷർ ഉണ്ടായിരുന്നു. നമ്മൾക്ക് എവിടെ ചെന്നാലും ഈ ഒരു പടം ഷൂട്ട് കഴിഞ്ഞ് റിലീസ് ആവുന്ന വരെയുള്ള ഒരു പീരിയഡ് മമ്മൂക്കയുടെ നായികയെ ഞാൻ അഭിനയിച്ചു എന്ന് ഒരാളോട് പറയാൻ പറ്റാതെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു വിഷമം നല്ലപോലെ ഉണ്ടായിരുന്നു. അത് ഈവൻ ഇടയ്ക്ക് നമ്മൾ മൂവി റിലേറ്റഡ് ആൾക്കാരെ കാണുമ്പോൾ പറയും എങ്ങനെ ഇത് ഉള്ളിൽ കൊണ്ടു നടക്കുന്നു എന്നുള്ളത് മനസ്സിലായി. ആ ഒരു മറ്റേ രസതന്ത്രത്തിനകത്തിലേക്ക് എല്ലാവരും എന്റെ അടുത്ത് പറയുന്നത്. ഞാനും അത് തന്നെയാ പറഞ്ഞോണ്ടിരുന്നത്. ഏതെങ്കിലും മരയുടെ മുകളിൽ ഉറക്കെ വിളിച്ചറിഞ്ഞാൽ മമ്മൂട്ടിയുടെ നായികയായിട്ട് അഭിനയിച്ചു, മമ്മൂട്ടി എന്നെ താലിയിട്ടി നമുക്കിനെ തട്ടിന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ചില ആൾക്കാർ പറയാൻ പാടില്ല, ഞാൻ ആ മൂവിയുടെ ഒരു ഇത് പോയില്ലേ. അപ്പൊ ചോദിക്കുമ്പോ എന്നെ അടുത്ത മൂവി ഏതാ? കളങ്കാവൽ കഴിഞ്ഞു. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക്. ഇത് ഈ പറഞ്ഞ പോലെ സൈനഡ് മോഹന്റെ സ്റ്റോറി ആണോ, എന്താണ്, മമ്മൂക്കയാണോ വില്ലൻ, വിനായകനാണോ വില്ലൻ, ഈ ക്വസ്റ്റ്യൻസ് ഒരുപാടുള്ളത് കൊണ്ട് നമ്മളും ഒരു പരിധി കഴിയുമ്പോഴത്തേനും ആരോടും പറയണ്ട. കാരണം എന്താ, നമുക്കും അറിയില്ല ഇതിന്റെ ശരിക്കുള്ള കഥ. ആ ഒരു പോയിന്റിൽ നമ്മൾ എത്തിയിരുന്നു. പിന്നെ മാത്രമല്ല നമ്മളൊരു പ്രോജക്റ്റിന്റെ ഭാഗമാകുമ്പോഴത്തേക്കും അത് എങ്ങനെയെങ്കിലും ഏറ്റവും നല്ല രീതിക്ക് അത് പുറത്തു വരണം, ഏറ്റവും നല്ല രീതിക്ക് അതിലൊരു വിജയം കാണണമെന്ന് നമുക്കുള്ളത് കൊണ്ട് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. അപ്പൊ അത് നമ്മളായിട്ട് എന്തെങ്കിലും പറഞ്ഞതിന് എന്തെങ്കിലും മോശം വരാൻ പാടില്ല. ഒരു കാര്യം റിവീൽ ചെയ്യാതിരുന്ന ഒരു സസ്പെൻസ് കൂടുന്നുണ്ടെങ്കിൽ കൂടിക്കോട്ടെ എന്നുള്ളൊരു ഫീലായിരുന്നു. അപ്പൊ നമ്മൾ മമ്മൂക്കയുടെ കൂടെ ഈ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്താണെങ്കിലും നിങ്ങൾ ആ ചെയ്യുന്ന സീൻ മമ്മൂക്കയാണെങ്കിലും മമ്മൂക്ക ഇങ്ങനെ ഒരു ഫ്ലേർട്ടി ആയിട്ടൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ബട്ട്
ഓരോ ആർട്ടിസ്റ്റുകളോടും. ഞാൻ പക്ഷെ വിനായകന്റെ വൈഫായിട്ടല്ല അഭിനയിച്ചത്, അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് മമ്മൂക്കയുടെ മമ്മൂക്ക ഇങ്ങനെ ഫ്ലേർട്ടി ആയിട്ട് അഭിനയിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത്. അതാ പറഞ്ഞത്, അയ്യോ, നമ്മള് അത് നേരത്തെ അത് ഭയങ്കര- സംസാരിച്ചോണ്ടാ ഞാൻ ആ, പറഞ്ഞത്. അതെ അതെ, അത് ഭയങ്കര രസമായിരുന്നു. ഫ്ലേർട്ട് ചെയ്യുന്ന മമ്മൂട്ടി എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിലുള്ള ആർക്കും സങ്കല്പിക്കാൻ പണ്ട് പറ്റില്ല. കുട്ടേട്ടൻ മൂവി കണ്ടിട്ടുണ്ടോ? കുട്ടേട്ടൻ മൂവി. ആ മൂവിക്കകത്താണ് മമ്മൂക്ക ശരിക്കും ഒരു അല്ല ഫ്ലേർട്ട് ചെയ്യുന്ന ഒരാൾ. കോട്ടയം കുഞ്ഞച്ചനിലുണ്ടല്ലോ. എന്നാലും ഒരാളല്ലേ ഉള്ളൂ. കുട്ടേട്ടനിൽ ഇതുപോലെ ഇഷ്ടം പോലെ നായികമാരാണല്ലോ. അതൊക്കെ ഒരു കോമഡി ആയിട്ടില്ല നമുക്ക് ഫീൽ ചെയ്തത്. അതെ, പക്ഷെ ഇങ്ങനെ സീരിയസ് ആയിട്ട് മമ്മൂക്ക ഫ്ലേർട്ട്, ഞാൻ ഇവരെല്ലാവരും അത് എക്സ്പീരിയൻസ്, പുറത്തുനിന്ന് ഇത് കണ്ട ആളെന്ന നിലയിൽ നേരിട്ട് കാണാത്ത രീതിയിൽ അത് കാണുമ്പോ എന്താ ഫീൽ ചെയ്തത് ശരിക്കും പറഞ്ഞാല്? എനിക്ക് ഭയങ്കര ഗ്രേറ്റ് ആയി തോന്നി മമ്മൂട്ടിയുടെ ഒരു ഇക്കയുടെ ഒരു അഭിനയം എന്ന് പറയുന്നത് ഉണ്ടല്ലോ, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയി തോന്നി. കാരണം ഒട്ടും വൾഗാരിറ്റി ഇല്ലാത്ത രീതിയിൽ മിനിമലൈസ് ചെയ്ത് ഇങ്ങനെ ഒരു ബാത്റൂമിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ആക്കി ആവോണ്ടൊക്കെ ഉള്ള ഒരു കളി, ഒരു ഭയങ്കര രോമാഞ്ചം വരിക, കണ്ണൊക്കെ നിറഞ്ഞു പോയി. ഒരുപാട് അവസരങ്ങളുണ്ട് നമുക്ക് കാണുമ്പോ. പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം, മമ്മൂക്കയ്ക്ക് മാത്രമല്ലേ ശരിക്കും ഫുൾ സ്റ്റോറി അറിയത്തുള്ളൂ. ഓൺ ദ അതർ സൈഡ് മേ ബി ബാക്കിയുള്ള ക്രൂവിനൊക്കെ, അല്ലെങ്കിൽ വിനായകൻ ചേട്ടനും ആർക്കറിയാലോ, ഞങ്ങൾക്കാർക്കും അതിന്റെ എന്റെ സ്റ്റോറി അറിയത്തില്ല. സോ ഞങ്ങളൊക്കെ ഇപ്പൊ ഞാൻ ഉദാഹരണം വരയ്ക്കുന്നു, നമുക്ക് കൊന്നിട്ടല്ലോ, 2-3 ദിവസം കഴിഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് സ്വീറ്റ് അല്ലേ, എന്താണ് ടെൻഷൻ ഉണ്ടോ? ഞങ്ങളെല്ലാരും വളരെ ഇഷ്ടത്തോടെയാണ് അദ്ദേഹത്തെ കാണുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കും എനിക്ക് മാത്രം കാമുകനാണല്ലോ, അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹത്തിന് മാത്രം കാമുകനാന്നാണ്ടേ. ഞങ്ങളെല്ലാരും അങ്ങനെ സന്തോഷമായിട്ട് ഇരുന്നതാണ്. സിനിമയിൽ കാണുമ്പോഴാണ് ഇതെല്ലാം അങ്ങനെ ഒരു ഇത്ര ഒരു കഥാപാത്രമായിരുന്നു എന്നുള്ളത്. ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂലല്ല നിങ്ങൾ അഭിനയിച്ചത് എന്നുള്ളത് നമുക്ക് നിങ്ങളെ പോലെ തന്നെ ഈക്വലി സർപ്രൈസ് ആയിരുന്നു ഞങ്ങളും, ഞങ്ങൾ എല്ലാ ആർട്ടിസ്റ്റുകളും. ഞാനത് നമ്മള് അവിടുന്ന് വനിതാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോ കണ്ടപ്പോ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സർപ്രൈസ്ഡ് ആയി ഞങ്ങളെല്ലാരും. അതൊരു നല്ല കാര്യമാണ് ശരിക്കും പറഞ്ഞാല്, സിനിമയുടെ ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ അറിഞ്ഞു പോകുമ്പോ മമ്മൂക്ക വില്ലനാണെന്ന് നമുക്ക് എല്ലാവർക്കും സിനിമ തുടങ്ങുന്നതിന് ഏകദേശം ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് മമ്മൂക്ക വില്ലനായിട്ട് വരുന്ന ഒരു കാര്യം, മമ്മൂക്കനെ ഇഷ്ടപ്പെടുന്ന ഫാൻസ് എന്നുള്ള രീതിയിൽ എങ്ങനെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള തോട്ട് എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നു. സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല മമ്മൂക്കയ്ക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് അടി കിട്ടുന്ന ഒരു സീൻ വരുമ്പോ പ്രേക്ഷകർ അത് കൈകൊട്ടി ആഘോഷിക്കും. പക്ഷെ അവിടെ മമ്മൂക്ക എന്നുള്ള ഒരു ആക്ടറിന്റെ എന്താ പറയാ, മമ്മൂക്കയെ നമ്മൾ കാണുന്നില്ല അവിടെ. ഇല്ല, മമ്മൂക്കനെ കാണുന്നില്ല എന്നുള്ളത് മാത്രമല്ല, എന്റെ ആയപ്പോഴത്തേക്കും ആൾക്കാർക്ക് അത്രയും വെറുപ്പായ കഥാപാത്രത്തിനോട്. അല്ലെങ്കിൽ അങ്ങനെ കൈയ്യടി ഉണ്ടാവില്ലല്ലോ. പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ മൂവി കാണുമ്പോ എന്നെ ഇഷ്ടാവില്ല, ചിലപ്പോ മനസ്സ് കൊണ്ടുപോകാൻ പറ്റില്ല, പക്ഷെ തിയേറ്ററിന് ഇറങ്ങുമ്പോ ആ കഥാപാത്രത്തെ തിയേറ്ററിൽ വിട്ടിട്ട് പോകാനും നിങ്ങൾക്ക് പറ്റില്ല. പക്ഷെ ആ ഗട്സ് ഭയങ്കര അല്ലേ, ടോപ്പ് വേറെ ഏത് ഇൻഡസ്ട്രിയിൽ ഒരു ടോപ്പ് ഹീറോ അങ്ങനെ ചെയ്യും. അത് മാത്രല്ല, ഒരാള് പറയാണ് ഞാൻ നായകനാവേണ്ട, മമ്മൂട്ടി കമ്പനിയാണ് ഇത് ചെയ്യുന്നത്, അപ്പം മമ്മൂക്ക പറയാണ് എനിക്ക് നായകനാവേണ്ട, ഞാൻ പ്രതിനായകനായിക്കോളാം എന്ന് പറയണമെങ്കിൽ ഒരാൾക്ക് അയാളിൽ ഉണ്ടാവുന്ന, അതായത് മമ്മൂക്ക എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാണ്. അപ്പൊ അത്രയും പ്രതിനായകനായിക്കോളാം എന്ന് പറയുന്ന, എനിക്കറിയില്ല എത്ര മാത്രം ആൾക്കാർക്ക് അത് സത്യം പറഞ്ഞ കളങ്കാവല് കണ്ടപ്പോളെ നമുക്ക് പണ്ടേ വില്ലനായിട്ട് അഭിനയിക്കേണ്ടതായിരുന്നു. അല്ല ഇങ്ങനെ ഒരു മുഖം നമ്മൾ വിധേയനകത്തൊക്കെ ബ്രഹ്മയുഗത്തിലൊക്കെ കുറച്ചുണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞതേ, ഇത്രയും ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള കഥാപാത്രം അതേ ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ എടുത്തില്ല എങ്ങനെ അറിയാൻ പറ്റിയത്? നന്നായി, നേരത്തെ എടുക്കേണ്ടതായിരുന്നു അത്. ഞാനത് വിജയൻ സിനിമ ഞാൻ കുഞ്ഞിലെ അച്ഛന്റെ കൂടെ കണ്ടപ്പോഴേ ഞാനൊരാഴ്ച ഭയങ്കര ഹോണ്ട് ചെയ്ത് ഞാൻ കരയുമായിരുന്നു. പിന്നെ മമ്മൂക്കയുടെ സിനിമ വരുമ്പോ ഞാൻ കരയും, എനിക്ക് കണ്ടാന്ന് പറഞ്ഞിട്ട്. എനിക്ക് എന്റെ വിചാരം ഇദ്ദേഹം എങ്ങനെ തന്നെയാണ് ആ സരോജയൊക്കെ എങ്ങനെ പിടിച്ച് കൊല്ലുന്നതും പിന്നെ ആ തൊമ്മി എന്ന് പറഞ്ഞ കഥാപാത്രം വെടിവെക്കുന്നതും ഒക്കെ ആയിട്ട് ആ ഒരു ഭീകരതയായിരുന്നു. റോഷാക്കിലാണ് ഞാൻ പിന്നെ മമ്മൂക്കനെ പിന്നെ എത്രയോ വർഷത്തിന് ശേഷം കാണുന്നത്. അപ്പോഴും എനിക്ക് ആ ക്യാരക്ടർ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. മമ്മൂക്ക കരയുന്ന ഒരു സീൻ കണ്ട നമുക്ക് കരയുമ്പോ നമ്മള് അതൊരു ഫീലാണ്. അമരം സിനിമ അല്ലേ, മക്കളെ കാണിച്ചിരുന്നു ഞാൻ. കാണാൻ ഭയങ്കര മടിയായിരുന്നു അവർക്ക്. പോമ്മ അന്നത്തെ സീനാണെന്നൊക്കെ പറഞ്ഞു, പക്ഷെ കണ്ടിട്ടുണ്ടല്ലോ സാധ്യ സിനിമ എന്നാ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ വരെ പറഞ്ഞു എന്നുള്ളതാണ്. അതെ, മമ്മൂക്ക കരഞ്ഞു കഴിഞ്ഞാല് നമ്മളും. ഞാൻ ബാത്റൂമിലൊക്കെ പോയിട്ട് ഈ മിറർ ഇതുണ്ടാവല്ലോ നമ്മുടെ പ്രാക്ടീസ് ഉണ്ടാവല്ലോ, അപ്പൊ ഈ മമ്മൂക്കയുടെ ചിലപ്പോൾ കരയുന്ന സീനൊക്കെ വെച്ചിട്ടാണ് ഞാൻ എന്നെ തന്നെ
രണ്ടുപേരും അത് നല്ലതെന്നാ പറയണേ, ഭയങ്കര നല്ലതെന്ന് റിയൽ പറയണേ. ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ ലൈഫിലോട്ട് വരുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം വേറെ നോക്കി ഇതൊക്കെ ചെയ്യാന്നുള്ളതാണ്. അത് നല്ലതാന്നാ പറയണേ. ഓ അപ്പൊ തനിയാവർത്തനം ഒക്കെ ഇട്ടിട്ടായിരിക്കുമല്ലോ രണ്ടാമത്തെ പ്രാവശ്യം കാണാനേ പറ്റിയിട്ടില്ല. പറ്റിയിട്ടില്ല. അതെ. പിന്നെ ഭൂതക്കണ്ണാടി, അയ്യോ ഒരു കാരണവശാലും രണ്ടാമത് കാണാൻ സമ്മതിക്കുന്ന ഒരു രീതിയല്ല അത്. പക്ഷെ പഠിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കാണാൻ വേണ്ടി ഇരുന്നിട്ട് പോലും അതിനൊരു നമുക്ക് വേദന കാരണം അത് നിർത്തിയാണ്. അതെ അതെ അതെ, അങ്ങനത്തെ സിനിമകളാ അത്. സിനിമകളാ